70-80 മുതൽ എങ്കിലും നമ്മുടെ നാടിന് ശാസ്ത്രവികാസത്തിലാണ്. എഗ്രീഡ്. 70 മുതലുള്ള ക്രമവികാസം ആധുനിക ഔഷധങ്ങളിലൂടെ നിയന്ത്രിച്ചു എന്ന് പറയുന്ന രോഗങ്ങളും അവയുടെ പരിണാമഭേദങ്ങളും 70 മുതൽ 2010 വരെ സ്റ്റാറ്റിസ്റ്റിക്സുകളായി അടുക്കുക. അങ്ങനെയല്ല നോക്കണ്ടേ, അടുക്കൂടെ എഴുതുക. ഓരോ 10 കൊല്ലത്തെ ക്രമമായത് കൂടുകയാണെങ്കിൽ ശാസ്ത്രം വികസിക്കുന്നതനുസരിച്ചാണ് ഈ കൂടുന്നതെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം പഴമയിലല്ല, സ്റ്റാറ്റിസ്റ്റിക്സിലല്ല, ആധുനികതയിലാണ്. അവിടെയും ഇവിടെയും ഒക്കെ കിടന്ന് ഒന്നും ഒറ്റയുമൊക്കെയായ രോഗങ്ങളെപ്പറ്റി വളരെ വളരെ വിപുലമായി എഴുതുമ്പോൾ കേരളീയർക്ക് ഏറ്റവും അധികം ധാരണയുണ്ടാക്കിയ ഒരു സംഭവമുണ്ട് കേരളത്തിൽ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1965 മുതൽ 1985-90 വരെ ഇറങ്ങിയിട്ടുള്ള പേരുകേട്ട നോവലുകൾ മുഴുവൻ എസ് കെ പൊറ്റക്കാടിൻ്റെ ഉൾപ്പെടെ നിങ്ങൾ വായിച്ചു നോക്കുക. പനിക്ക് പോലും ഒരു മരുന്നില്ലാത്തതാണ് ആയുർവേദം. ആ ഗ്രന്ഥങ്ങളിലൊക്കെ പനി കൊണ്ടാണ് ആളുകൾ മരിക്കുന്നത്. ക്യാൻസർ ഒന്നല്ല എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതികളിൽ മരിക്കുന്നത്, പമ്മൻ്റെ കൃതികളിൽ മരിക്കുന്നത്, ആദ്യകാല സിനിമകളിൽ മരിക്കുന്നത്. ഓർമ്മയുണ്ടോ വായിച്ചതായിട്ട്? ക്ഷയം കൊണ്ട് മരിക്കുന്നതായിട്ടും ഉണ്ട്. പക്ഷേ എന്നാലും പ്രായേണ ക്ഷയം കൊണ്ടുള്ളത് പോലും കുറവാണ്, പനി കൊണ്ടാണ് മരിക്കുന്നത്. ഈ നോവലുകളൊക്കെ ഇറങ്ങുമ്പോൾ ആ നോവലിൽ പറയുന്ന അളവിൽ എത്ര കുഷ്ഠരോഗികളെ ജനസംഖ്യാനുപാതികമായി, എത്ര മന്ദബുദ്ധികളെ, എത്ര ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളെ, എത്ര സ്പാസമുള്ള കുഞ്ഞുങ്ങളെ, എത്ര അപസ്മാരമുള്ളവരെ, എത്ര പനി വന്ന് മരിച്ചവരെ നിങ്ങൾ നേരിട്ട് കണ്ടു. അല്ല, നമുക്കൊരടുക്കൂടെ പഠിക്കാം. അതെ. മരിച്ചിട്ടുണ്ടാവും, ഞാൻ അങ്ങനെ ഇല്ലെന്നല്ല പറഞ്ഞത്. നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സിലായി ഒരു ജനസംഖ്യാപരമായി പഠിക്കുമ്പോൾ, അങ്ങനൊരു പഠനം നടത്തുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെ എടുക്കുന്നതിന് പകരം ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു ടൂളുണ്ട്, ശക്തമായ ടൂളാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. പഴയ കാലത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിൻ്റെ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്രമവികാസത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി പഴമ കണ്ടെത്താം. അതാണല്ലോ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെച്ചം. അതാണ് ഏത് നൂറ്റാണ്ടിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോവാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാലഘട്ടങ്ങളിൽ നോവലുകളിൽ വന്നതാണ് നമ്മുടെ തലച്ചോറിൽ കിടക്കുന്നത് അധികവും. ആസൂത്രിതമായി ഈ സംസ്കൃതിക്കെതിരായി നീങ്ങുന്നതിന് പഠിക്കുന്ന കാലത്ത് വേണ്ടത്ര പഠിക്കാൻ കഴിയാത്ത ആളുകളാണ് പലപ്പോഴും ഇന്ത്യൻ സാഹിത്യകാരന്മാരായി പിന്നീട് വളർന്നു വന്നിട്ടുള്ളത്. കാളിദാസന്റെയോ ഭവഭൂതിയുടെയോ ഭാസന്റെയോ പ്രതിബദ്ധത, താൻ എഴുതുന്ന ശാസ്ത്രത്തോട് നീതി പുലർത്തണമെന്നുള്ള പ്രതിബദ്ധത ഇന്ത്യൻ സാഹിത്യകാരന്മാർക്കില്ലെന്നുള്ളത് ഇന്ത്യയിലെ സിനിമയും നാടകവും കവിതയും കഥയും വായിച്ചു നോക്കുന്ന ഏതൊരു മണ്ടന് പോലും മനസ്സിലാവും. കാരണം ഇന്ത്യയിലെ പോലീസുകാരനെ, ഇന്ത്യയിലെ IAS-കാരനെ, ഇന്ത്യയിലെ കവിയെ, ഇന്ത്യയിലെ സന്യാസിയെ, ഇന്ത്യയിലെ ശാസ്ത്രത്തെ, സാങ്കേതിക വിദ്യയെ സ്റ്റേജുകളിൽ അവതരിപ്പിച്ചത് കളിയാക്കാനാണ് കഴിഞ്ഞ നൂറ്റാണ്ട് മുഴുവൻ, ആദരിക്കാനല്ല. എഗ്രിയബിൾ ആണോ? അച്ഛനെയും അമ്മയെയും കുട്ടികൾ ആദരിച്ചു വളരാനല്ല കുടുംബചിത്രം കാണിച്ചിട്ടുള്ള സിനിമകൾ രംഗപ്രവേശം ചെയ്തത്. പ്രേമത്തിനു വേണ്ടി അച്ഛനെയും അമ്മയെയും എങ്ങനെ എതിർക്കാമെന്നാണ് കാണിച്ചു കൊടുത്തത്. ശരിയല്ല. ഈ സമയത്ത് വികൃതമായൊരു മനസ്സുമായാണ് നാം എല്ലാത്തിനെയും ഇന്ത്യയിൽ നിന്ന് നേരിടുന്നത്.
ഇത് ആസൂത്രിതമാണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യനായിരിക്കുന്ന എല്ലാത്തിനോടും എതിര് വരത്തക്ക വിധത്തിലുള്ള കല, സാഹിത്യം, ആക്ടിവിസം, സിനിമ ഇന്ത്യയിൽ മാത്രമാണ് ഇതുപോലെ അനുമതിയോടെ വളർന്നിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും ദേശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അങ്ങനെ വളർന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നുമില്ലാതെ നാം തർക്കിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പകരം നമ്മൾ സമാധാനപൂർവ്വം ആലോചിച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വ്യക്തങ്ങളായ ടൂളുകൾ ഉപയോഗിച്ച് വിത്ത് പ്രോപ്പർ കൺട്രോൾ എക്സ്പെരിമെൻറ്റ് നമ്മളൊരു പഠനം നടത്തിയാൽ 1980 ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരവും അതിൻ്റെ സഹായവും നേടിയിട്ടും 80 90 രോഗം കൂടുന്നുവെങ്കിൽ പുറകോട്ട് നമ്മൾ എക്സ്ട്രാപോലേറ്റ് ചെയ്ത് ചെല്ലുമ്പോൾ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇല്ലാത്ത കാലമായിരിക്കും ശുഭോദർക്കമെന്ന് ഉത്തരം ഉറപ്പായി കിട്ടും. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ക്രമാനുഗതമായ വികാസത്തിൽ രോഗങ്ങൾ കുറയുകയും അരക്ഷിതാവസ്ഥ നഷ്ടപ്പെടുകയും മനുഷ്യൻ കൂടുതൽ ആരോഗ്യവാനായി ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പുറകോട്ട് സഞ്ചരിച്ചാൽ പഴമ രോഗങ്ങളുടെ മാത്രമാണെന്ന് കിട്ടും. ഈ ഒരു അന്വേഷണത്തിനും പഠനത്തിനും ഞാൻ ഒരുക്കമാണ്. അല്ലാത്ത ബ്ലഫിംഗ് എനിക്കോ നിങ്ങൾക്കോ പ്രയോജനം ചെയ്യുന്നതല്ല. അഗ്രി? കാരണം നമുക്കിന്ന് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഈ വിഷയത്തിൽ തർക്കമില്ലാതെ കണ്ടെത്താൻ അറിയാവുന്ന ഒരു ടൂൾ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ്. നിലവിൽ വേറൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ മെഴുകിയ തറ, ഓലകെട്ടിയ വീട്, പിള്ളേർ ദൂരമുള്ളിൽ കിടക്കുന്നിടം, 10-30 അംഗങ്ങളുള്ള കൂട്ടുകുടുംബം, പറമ്പിൽ കക്കൂസി പോകുന്നു, കോഴിയും പട്ടിയും പൂച്ചയും ഒക്കെയുള്ള അന്തരീക്ഷം, അതിനകത്ത് ജീവിച്ച കാലത്ത് മരുന്നില്ല, മന്ത്രമില്ലാതെ ജീവിച്ചിട്ട് നിങ്ങളിൽ ആരുടെയെങ്കിലും ഓർമ്മയിൽ നിങ്ങളുടെ അച്ഛനമ്മമാരും കുട്ടികളും അലർജിയും തുമ്മലുമായി നടക്കുന്നത് എത്ര കണ്ടിട്ടുണ്ട്? എത്ര അമ്മമാർ ശ്വാസം മുട്ടി? എത്ര പേർ ഇൻഹേലർ അടിച്ചു? എത്ര പേർക്ക് ദേഹം ചൊറിഞ്ഞു പറഞ്ഞു? നെല്ലിൻ്റെയും വൈക്കോലിൻ്റെയും നടുക്കല്ലേ പിള്ളേർ വളർന്നേ? നിങ്ങൾ വളർന്നതും അങ്ങനെയല്ലേ? നിങ്ങളൊക്കെ വൈക്കോലിൽ തലയും കുത്തി മറിഞ്ഞില്ലേ? വീട്ടിൽ വന്നപ്പോൾ അമ്മ തല്ലിയില്ലേ? ചോദ്യം മനസ്സിലായില്ല. നുണയാണ്. നിങ്ങൾ എത്ര ചൊറിഞ്ഞു, എത്ര പറഞ്ഞു? നിങ്ങളുടെ തള്ളമാർ എത്ര ഇൻഹേലർ അടിച്ചു? മാർബിളും ഗ്രാനൈറ്റും പതിച്ച നിങ്ങളുടെ ഇന്നത്തെ വീട്, ഫംഗസ് വരാതിരിക്കാനുള്ള ആൻറ്റി ഫംഗൽ പെയിൻറ്റുകൾ, വാക്യൂം ക്ലീനർ വെച്ച് പൊടിയെടുക്കുന്നിടം, ഭാര്യയും മക്കളും ഒരു പുസ്തകം വായിച്ചു അല്ലെ പഴയ പുസ്തകം കയ്യിലെടുത്തു എന്ന് പറയാനില്ല, വായന നിന്നു. സീരിയലിരുന്ന് കാണുന്ന സ്ത്രീ ദേഹം മുഴുവൻ ചൊറിയുന്നു, ഇൻഹേലർ അടിക്കുന്നു ശ്വാസം വിടാൻ. AC മുറിയിൽ നിന്ന് AC കാറിൽ കയറി AC-ലിരിക്കുന്ന ഡോക്ടറെ കാണുമ്പോൾ പൊടിയുടെ അലർജി എന്ന് പറയുമ്പോൾ തലകുലുക്കി സമ്മതിക്കുന്നു. എൻ്റെ അച്ഛൻ ജീവിച്ച കാലഘട്ടത്തിലെ പൊടിയില്ല, ചാണകത്തിൻ്റെ, തീട്ടത്തിൻ്റെ, മൂത്രത്തിൻ്റെ ഒന്നും പൊടിയില്ല എൻ്റെ വീട്ടിൽ. മാർബിളും ഗ്രാനൈറ്റും പതിച്ചിരിക്കുന്നത്. ഡോക്ടർ എന്താണ് ഈ പറയുന്നത്? ഞാൻ AC റൂമിൽ നിന്നാണ് വരുന്നത്, അവിടെ ഒരു പൊടിയുമില്ല. ഡോക്ടർ ഇരിക്കുന്നിടത്തും പൊടിയില്ല. ഡോക്ടർ ഇത് മാത്രം പറയരുതെന്ന് പറയുമോ അവൾ? ഞാൻ ചോദിച്ചത് കടുങ്കയായി പോയോ? സത്യമുണ്ടോ? പൊടിക്കകത്ത് ജീവിച്ച ഇവൾ പൊടിയില്ലാത്തിടത്തുനിന്ന് വന്നിട്ട് പൊടിയുടെ അലർജിയാണെന്നൊരുത്താൻ പറഞ്ഞാൽ ഉടനെ അങ്ങ് വിഴുങ്ങി സമ്മതിക്കാൻ വിവരം വേണ്ടേ? എനിക്കതിലും സങ്കടമില്ല. ഇവൾ പറഞ്ഞോട്ടെ. ഇവൻ കുറിച്ചു കൊടുക്കുന്നതാണ് എനിക്ക് സങ്കടം. 50 മില്ലിഗ്രാം വൈസലോൺ, 50 മില്ലിഗ്രാം വൈസലോൺ എഴുതി കൊടുക്കുമ്പോൾ 50 മില്ലിഗ്രാം ടാബ്ലറ്റ് കൊണ്ടുപോയി തൂക്കിയാൽ 1 ഗ്രാമാണ്. 1 ഗ്രാം വലിപ്പമുള്ള തൂക്കമുള്ള ടാബ്ലറ്റ് 50 മില്ലിഗ്രാമേ അതിൽ വൈസലോൺ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 950 മില്ലിഗ്രാം എന്താണെന്ന് അന്വേഷിക്കണ്ടേ? എൻ്റെ സുഹൃത്ത് അരിക്കച്ചവടക്കാരൻ ഇബ്രാഹിം
മരിച്ചുപോയി. പെരുമ്പാവൂരുകാരനാ. പെരുമ്പാവൂർ അരിക്കച്ചവടക്കാരൻ ഇബ്രാഹിമിനെ നിങ്ങൾ ആരെങ്കിലും അറിയുമോ എന്നറിയില്ല. ലോഡ്ജും അരിക്കച്ചവടവും റേഷൻ കടയും ഒക്കെയായി ഒരു വിപുലമായ ശൃംഖലയുള്ളൊരു ഇബ്രാഹിമുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടില്ല. ഒന്ന് ചെറുതായി അന്വേഷിക്കണം. അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് മൈക്രോ പൾവറൈസറിൽ കളിമണ്ണ് പൊടിച്ച് മൈക്രോ പൾവറൈസറിൽ മൈക്രോൺസിന് പറന്നു വരുന്ന കളിമണ്ണ് മെഡിക്കൽ കമ്പനികൾക്ക് അയച്ചു കൊടുക്കുന്ന ടാബ്ലറ്റ് അടിക്കാൻ. ബാക്കി 950 മില്ലിഗ്രാം കളിമണ്ണ് പൊടിച്ചതാണ്, ടൈറ്റാനിയം പൊടിച്ചതാണ്. അവിടെയും പൊടിക്കുന്നുണ്ട്. ഈ സാധനമാണ് നിങ്ങളാ വിഴുങ്ങിയ സാധനം. പൊടി കൊണ്ട് അലർജിയാണെന്ന് പറഞ്ഞിട്ട് ഇവക്ക് കുറിച്ചു കൊടുത്തിരിക്കുന്നതിൽ 950 മില്ലിഗ്രാം ഈ പറന്നു വരുന്ന ചൂലിനടിച്ചാൽ പറന്നു വരുന്ന പൊടിയാണ് സാധനം. ഇത് തന്നെയാണ് വീട്ടിൽ പറന്നു വന്നിരുന്നത്. ഇത് അടിച്ചിരുന്നപ്പോൾ ഇവക്കും ഇവിടെ തന്തയ്ക്കും ഒന്നും യാതൊരു അലർജിയും ഉണ്ടായില്ല. ഇത് അടിക്കൽ നിന്നപ്പോൾ ഇവക്ക് ഈ AC റൂമിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അലർജി വന്ന. ഇത് ചെല്ലേണ്ട സമയത്ത് ചെല്ലാഞ്ഞിട്ട് അപ്പോൾ ഇതിലൊരെണ്ണങ്ങ് വിഴുങ്ങുമ്പോൾ ഈ പൊടി അങ്ങോട്ട് ചെന്നാൽ അപ്പം നിൽക്കും തന്ത വിഴുങ്ങിയത്. കാരണം ജനിതക ആവശ്യപ്പെടുകയാണ്, ഇത്ര മണിക്ക് പൊടിയടിച്ചു, നീ പൊടിയടിക്കുന്നില്ല, തള്ള തൂത്തുവാരിയ പോലെ നീ തൂക്കുന്നില്ല, സാൽമ്യം വരുന്നില്ല, നീ അതുകൊണ്ട് വേഗം പൊടി തിന്നണം. ഉടനെ തന്നെ വില കൊടുത്ത് വാങ്ങിച്ച ടാബ്ലറ്റ്, അതിനകത്ത് കളിമണ്ണിൻ്റെ പൊടി. അത് പിന്നെ ഒരു കാര്യമുണ്ട്, വീട്ടിലെ മുറിക്കകത്തുനിന്ന് തൂത്തുവാരിയതല്ല. വീട്ടിലെ മുറിക്കകത്താകുമ്പോൾ അവനവൻ്റെ പിള്ളേർ തൂറിയതേ ഉണ്ടാവുള്ളൂ. മറ്റേ കളിമണ്ണാകുമ്പം വല്ല തമിഴനും തൂറിയതും കൂടെ ഉണ്ടാവും. ശാസ്ത്രീയമാണ് പോലും. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ തന്നെ ഞാൻ പേരും നാളും ഒക്കെ സഹിതാ പറഞ്ഞു. അതൊക്കെ ഇതുപോലുള്ള പല സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ നിങ്ങളങ്ങ് പഠിച്ചാൽ നിങ്ങളാകെ വിഷമിക്കും. നിങ്ങൾ ഈ മുഖത്ത് വാരിയിടുന്ന സാധനവും ഈ സാധനം തന്നെയാണ്. അതിതിൻ്റെ രണ്ടാം ക്വാളിറ്റിയാണ്. ആദ്യത്തെ ക്വാളിറ്റിയായി വിഴുങ്ങിയത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 50 മില്ലിഗ്രാം വൈസലോൺ വെച്ചിട്ടുണ്ട്. അവൻ നിങ്ങൾക്ക് ഷുഗറിൻ്റെ ഗുളിക തരാൻ വേണ്ടിയാണ്. കാരണം അവൻ അടിച്ചു കഴിയുമ്പോഴേ നിങ്ങളുടെ ഷുഗർ കയറും. മനസ്സിലായില്ല? പുതുതായി ഒരു രോഗം ഉണ്ടാക്കാൻ 50 മില്ലിഗ്രാം മരുന്നും ഉള്ളത് പോകാൻ തന്തയടിച്ച പൊടിയും. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ സംശയിക്കുന്നത് ഇതൊക്കെ വളരെ ആസൂത്രിതമാണ്. അതൊക്കെ ഇതിനേക്കാൾ അപകടകാരികളാണ്. അതിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇരിക്കില്ല. ജലാറ്റിൻ ഏത് കമ്പനി ഇന്ത്യയിൽ അത് ഇറക്കുന്നു? ഇന്ത്യയിൽ ഇതിൻ്റെ കുത്തക ഫാം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിനാണ്. ഫാം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇറക്കുന്ന സാധനം സസ്യജമല്ല, ആനിമൽ ബേസ്ഡാണ്. ആനിമൽ ഗ്ലൂ തന്നെയാണ്. ഫാം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം. എനിക്ക് വളരെ ഷുവർട്ടി ഉണ്ട്. കാരണം ബോംബെയിൽ ഫാം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എനിക്ക് നന്നായി അറിയുന്ന കമ്പനിയാണ്. അതെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മജ്ജ ആയുർവേദത്തിൽ മരുന്നായി വളരെയേറെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആയുർവേദത്തിലും അതിനൊന്നും എതിരഭിപ്രായമില്ല. പക്ഷേ എല്ലാത്തോടും ഇത് ചേരാൻ പാടില്ല എന്ന് മാത്രമാണ് പ്രശ്നം. ഇതിനകത്തിരിക്കുന്ന മരുന്ന് എങ്ങനെ ഈ കവറുമായി റിയാക്ട് ചെയ്യുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. മനസ്സിലായില്ല? അങ്ങനെ പറയാൻ കാരണം ആയുർവേദക്കാർ വരെ ഇപ്പോൾ കഷായം പെറ്റ് ബോട്ടിലാണ് നിറയ്ക്കുന്നത്. നമ്പർ 1 ആകട്ടെ നമ്പർ 2 ആകട്ടെ, ആ പെറ്റ് ബോട്ടിൽ റിയാക്ട് ചെയ്യും pH വാല്യൂ ഉള്ളതുമായി. അതാണ് പ്രശ്നം. കാരണം ഇതിൻ്റെ വെയിറ്റ് കുറയും. ഒരു മാസം കഷായം എടുത്തു വെക്കുന്നതിന് മുമ്പ് തൂക്കിയിട്ട് എടുത്തു വെച്ച പെറ്റ് ബോട്ടിൽ പിന്നെ തൂക്കിയാൽ തൂക്കമില്ല, കഷായം മാറ്റിയിട്ട്. അതിൻ്റെ അർത്ഥം ഈ പെറ്റ് ബോട്ടിൽ കഷായത്തിൽ ലയിക്കുകയും നിങ്ങൾ കഴിക്കുകയും ചെയ്തു. ആ പെറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന പോളിത്തീൻ ടെട്രേറ്റ് നിങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം റിയാക്ഷൻസ് ഉണ്ടാക്കും, എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടാക്കും.
തീർച്ചയായും അല്ല, ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ആകണമെന്ന ആഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായും വളരെ അപകടകാരിയാണ് അതെല്ലാം, യാതൊരു സംശയവുമില്ല. അതിനൊക്കെ ഒരു കെമിസ്റ്റ് മതി ലൈസൻസ് കിട്ടാൻ. ഒരു അനാലിറ്റിക്കൽ കെമിസ്റ്റിനെ വെച്ച് അവൻ എന്തു പറഞ്ഞു കഴിഞ്ഞാലും ലൈസൻസ് കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനതുകൊണ്ട് ഇതിന്റെ ജനകീയ സ്വഭാവത്തിലൂന്നിയാണ് ഞാൻ ആദ്യമോട് പറഞ്ഞത്. ഏറ്റവും പ്രാവർത്തികമാക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ ചെയ്യുമ്പോൾ അവനവൻ്റെ ആവശ്യത്തിന് അല്പം ഉണ്ടാക്കിയാൽ മതി. ഒരു ബക്കറ്റ് വെള്ളം കോരി അവനവന് കുളിക്കാനും അവനവന് കക്കൂസി പോകാനും ഓരോരുത്തരും ശ്രമിക്കുമ്പോൾ ഇത് പ്രയാസമുള്ളതല്ല. മനസ്സിലായില്ല? അങ്ങനെയാണ് കൂട്ടുകുടുംബത്തിൽ പോലും ചെയ്തത്. മനസ്സിലായില്ല? നേരെ മറിച്ച് ഇത് വേറെ എവിടെയോ ഒരു ടാങ്ക് വെച്ച് ഇത്രയും പൈപ്പിലൂടെ കൊണ്ടുവന്ന് നിങ്ങൾക്കെല്ലാം അനങ്ങാതെ കുളിക്കണമെന്ന് വിചാരിച്ചാൽ അതിനകത്ത് മലവും മൂത്രവും ഒക്കെ ഉണ്ടാവും, അതിനകത്ത് കുളിക്കേണ്ടി വരും. പിടികിട്ടിയില്ല? ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇതിൻ്റെ ജനകീയ സ്വഭാവം നിലനിൽക്കുമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാവുക. ഞാനിപ്പോഴും ആ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ വളരെ ഉറച്ചൊരു സ്റ്റാൻഡിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. എനിക്ക് യോജിപ്പ് കുറവാണ്. നിങ്ങൾക്കൊരു വീട്ടുകാർക്കൊരു സാധനം എടുക്കാനുള്ള റോ മെറ്റീരിയൽസ് സുലഭമാണ് നിങ്ങളുടെ അയൽവക്കത്ത്. ഒരു കമ്പനിക്ക് ഉണ്ടാക്കാൻ മാത്രം റോ മെറ്റീരിയൽ ഇല്ല. ഏതായാലും ഡാബർ മാത്രം ഉണ്ടാക്കുന്നിടത്തോളം ചവനപ്രാശം ഉണ്ടാക്കാനുള്ള നെല്ലിക്ക ലോകത്ത് മൊത്തമായി വിളയുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഈ ബാക്കി കമ്പനികളൊക്കെ എന്ത് ചെയ്യും? നേരെ മറിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു 4 ബോട്ടിൽ ചവനപ്രാശം അത്യാവശ്യം ഉണ്ടാക്കാൻ നെല്ലിക്ക നിങ്ങളുടെ മുറ്റത്തൊക്കെ തന്നെ കാണും. അല്ല, ഇതിൻ്റെ കെമിക്കൽ ഉപയോഗിക്കും. ഇതിൻ്റെ സിന്തറ്റിക് എസൻസ്, ഫ്ലേവർ അല്ല, സിന്തറ്റിക് എസൻസ്. സ്മെല്ലല്ല കിട്ടുക, അതിൻ്റെ സിന്തറ്റിക് എസൻസ്. അതായത് നിങ്ങൾക്കതിൻ്റെ കെമിസ്ട്രി അറിയാത്തതുകൊണ്ടാണ്. അതായത് ഭൂമിയിൽ ഏറ്റവും സൂക്ഷ്മമായി പെട്രോളിയമാണുള്ളത്. ആ പെട്രോളിയത്തിനകത്ത് ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പെട്രോളിയത്തിലടങ്ങാത്ത ഒരു സാധനമില്ല. സ്വർണവും വെള്ളിയും ചെമ്പും പിച്ചളയും ഗ്രാഫൈറ്റും എന്നുവേണ്ട എല്ലാ മെറ്റലുകളും പെട്രോളിയത്തിനകത്തുണ്ട്. പെട്രോളിയത്തിലടങ്ങാത്ത ഒരു മെറ്റൽ പോലുമില്ല. പെട്രോളിയത്തിൽ ഉൾപ്പെടാത്ത ഒരു സാധനമില്ല. മുളക് പെട്രോളിയത്തിനകത്തുണ്ട്, കുരുമുളക് പെട്രോളിയത്തിനകത്തുണ്ട്, ഏലക്ക പെട്രോളിയത്തിനകത്തുണ്ട്, പെട്രോളിയം. അതുകൊണ്ട് ആ പെട്രോളിയം എടുത്ത് വേർതിരിക്കാൻ പോളിമർ കെമിസ്ട്രി നന്നായി അറിയുന്ന ഒരുവൻ വേണ്ടതുപോലെ വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഏത് സാധനവും പെട്രോളിയത്തിൽ നിന്നിടുക. അതിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു സാധനത്തിൻ്റെ, ഏലത്തരിയുടെ, ജാതിക്കയുടെ എസൻസ് എടുത്തു കഴിഞ്ഞ് അതിൻ്റെ കണ്ടന്റ് ഏതാണെന്ന് അനലൈസ് ചെയ്തിട്ട് അതേ കണ്ടന്റ് പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചാൽ അത് ഏലക്കയുടെ എസൻസായി. മനസ്സിലായില്ല? അല്ല, അതിൻ്റെ പ്രഭാവം ഒഴിച്ചുള്ളതെല്ലാം തുല്യമായിരിക്കും. പ്രഭാവം ഒറിജിനലിലേക്കാണ്. പ്രഭാവം എന്ന് പറയുന്നത് പഠിക്കാൻ കഴിയാത്ത ഒരു സാധനമാണ്. സജാതു പ്രത്യാരബ്ധവും വിജാതൃ പ്രത്യാരബ്ധവുമാകുന്ന പ്രഭാവം അൺസർട്ടൈനാണ്. ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിപ്പം അതാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് അൺസർട്ടനിറ്റി. വെർണർ ഹൈസൻബർഗ് സ്വപ്നം കാണുന്നതിന് എത്രയോ യുഗങ്ങൾക്ക് മുമ്പാണ് ചരകനും സുശ്രുതനും സ്വപ്നം കാണുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് അൺസർട്ടനിറ്റി ഈസ് ദ ട്രൂത്ത്. അതാണ് ആയുർവേദം ഒരു കാലത്തും നശിക്കില്ല എന്ന് ചരകൻ പറഞ്ഞത്. ശാശ്വതോയം ആയുർവേദ ഭാവസ്വഭാവ നിത്യത്വ.
സ്വഭാവ സംസിദ്ധ ലക്ഷണത്വാത് അനാദിത്വാത്. ചുമ്മാ എഴുതി വെച്ചതല്ല. ശാസ്ത്രത്തെ ശാസ്ത്രം കൊണ്ട് നേരിടാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. ആശയങ്ങളെ ആമാശയം കൊണ്ടാണെങ്കിൽ നിവർത്തിയില്ല. എല്ലാ പെട്രോളിയം പ്രോഡക്റ്റും നിങ്ങൾക്ക് നോക്കാം. അതുകൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഞാൻ വീണ്ടും തിരിച്ചു വരട്ടെ, ഈ കണ്ടെത്തലൊന്നുമല്ല. ഇന്നാട്ടിലെ യാതൊരു അറിവുമില്ലാത്ത എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ജനതയുടെ വരെ നിത്യജീവിതത്തിൽ ഈ അറിവുകൾ മുഴുവൻ, ഈ 18 വിധമായ വിരുദ്ധ അന്നങ്ങളും വിരുദ്ധ രീതികളും വരെ കടന്നിരുന്നു. അഷ്ടാംഗ സംഗ്രഹം പറയുന്നത്, ഞാൻ ചരകമാ മുമ്പേ പറഞ്ഞ എണ്ണം, പരസ്പര വിരുദ്ധം 4 തരത്തിലാണ് പറയുന്നത്. രസവിരുദ്ധം, ഗുണവിരുദ്ധം, വീര്യവിരുദ്ധം, വിഭാഗവിരുദ്ധം. ഇല്ല, ഇവര് സംയോഗം, സംസ്കാരം, സ്വഭാവം, ദേശകാലാദി വിരുദ്ധം, ഇവ അടുത്ത സെറ്റിൽ പറയുന്നതാണ്. അതിൽ അഷ്ടാംഗ സംഗ്രഹവും അഷ്ടാംഗ ഹൃദയവും അഭിപ്രായത്തിൽ ഭേദം പറയുന്നുമുണ്ട്. അങ്ങനെ വളരെ ശ്രദ്ധേയമായ പഠനമാണ് അഷ്ടാംഗ ഹൃദയവും അഷ്ടാംഗ സംഗ്രഹവും കാഴ്ചവെക്കുന്നത്. എന്നാൽ ഏറ്റവും നല്ല പഠനം, ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം ഈ രംഗത്ത് ചരകത്തിൻ്റെത് തന്നെയാണ്. പരസ്പര വിരുദ്ധം എന്നത് 4 തിരിച്ചിട്ട് രസവിരുദ്ധം, ഗുണവിരുദ്ധം, വീര്യവിരുദ്ധം, വിഭാഗവിരുദ്ധം, അഷ്ടാംഗ സംഗ്രഹം. അതുപോലെ തന്നെ അതിൽ രസവിരുദ്ധം, സംയോഗവിരുദ്ധം, സംസ്കാരവിരുദ്ധം, സ്വഭാവവിരുദ്ധം, ദേശകാല വിരുദ്ധം, ഈ രീതിയിലും പഠനമുണ്ട്. 2 പഠനവും പറഞ്ഞു എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ചരകന്റെ വഴിയെ ഒന്ന് സഞ്ചരിക്കാം. ദേശവിരുദ്ധം. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ദേശത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. കിഴക്കൻ മേഖലകളിൽ, അതായത് കപ്പ, ചക്ക, ചക്കക്കുരു, ഇവയൊക്കെ പഴയ കാലത്ത് അതിരമ്പുഴ മുതലായ ചന്തകളെ ലക്ഷ്യമാക്കി കെട്ടുവള്ളത്തിൽ കയറ്റി ആലപ്പുഴ, തിരുവല്ല, ചങ്ങനാശ്ശേരി മുതലായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി കച്ചവടം നടത്തുന്നതാണ് കണ്ടിട്ടുള്ളത്. ആ പ്രദേശങ്ങളിലുള്ളവർ കപ്പ കൃഷി ചെയ്ത് കാണാറുണ്ടായിരുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പോർച്ചുഗലിൻ്റെയൊക്കെ ആഗമനത്തോടെ തുടങ്ങിയതാണ്. അവർ കൊണ്ടുവന്നതാണ് ഈ സാധനം. ബെൽജിയത്തിൻ്റെ ആണെന്ന് തോന്നുന്നു ഈ സാധനം. ബ്രസീൽ ബെൽജിയം ഏരിയയിൽ നിന്ന് എവിടുന്ന് വന്നതാ. ആയിരിക്കും, ഉണ്ട്. അങ്ങനെയാണ് കപ്പ കൃഷി തുടങ്ങുന്നത്. പക്ഷെ ആ കപ്പ തീരപ്രദേശങ്ങളിൽ ഇടുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറുന്നു. കപ്പയ്ക്ക് ഒന്നാമത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരെ അപകടമുള്ള സാധനങ്ങളിൽ ഒന്നാണ് കപ്പ. അതുകൊണ്ടാണ് കപ്പ തന്നെ ഞാൻ ഉദാഹരണമായി എടുത്തത്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ആഗ്നേയ ഗ്രന്ഥിയെ, പാങ്ക്രിയാസിനെ ഏറ്റവും ബാധിക്കുന്നതിലൊന്ന് കപ്പയാണ്. തീർച്ചയായും വരും. അവിടെയുണ്ട് ഈ കുഴപ്പം ഉണ്ട്. ഇന്ത്യയിൽ ദേശവിരുദ്ധം വരില്ല. ഇന്ത്യയിൽ ഏറ്റവും അപകടകാരിയായി കാണുന്ന കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കപ്പ തിന്നുമ്പോൾ ഇത് തിന്നുന്നതിന് വേണ്ടി ഒരു പണി അവർ ചെയ്തിരുന്നു. ഒന്ന്, കപ്പ വറക്കുമായിരുന്നില്ല പച്ചയ്ക്ക്, വാട്ടി ഉണങ്ങി മാത്രമേ വറക്കുള്ളായിരുന്നു. ശരിയാണോ എന്നറിയാം. വാട്ടി ഉണങ്ങാതെ ഒരിക്കലും ഡയറക്റ്റായിട്ട് കപ്പ വറുത്തു തിന്നിരുന്നില്ല. കപ്പ ഒരിക്കലും തിളപ്പിച്ചൂറ്റാതെ ഉപയോഗിച്ചിരുന്നില്ല. ഇന്ന് തിളപ്പിച്ചൂറ്റാതെ പ്രഷർ കുക്കറിൽ ഉപയോഗിക്കുന്നു. 2 പച്ചയ്ക്ക് വറക്കുന്നു.
ഒരു 15 കൊല്ലമേ ആയുള്ളൂ കപ്പ പച്ചയ്ക്ക് ഉറക്കാൻ തുടങ്ങിയിട്ട്. വഴിയിലൊക്കെ ടപ്പിയൊക്കെ ചിപ്സ് ഒരു 15 കൊല്ലമേ ആയിട്ടുള്ളൂ ഈ സാധനം മാർക്കറ്റിൽ ഇങ്ങനെ വന്നിട്ട്. ശരിയല്ല, വിദ്യാഭ്യാസമുള്ളവർ വന്നതിന് ശേഷം. ഇത് പാൻക്രിയാസിനെ ബാധിക്കുന്നു. പാൻക്രിയാസിനെ ബാധിച്ചാൽ എല്ലാ രോഗങ്ങൾക്കും കാരണമാകും. ലിവറിനെ ബാധിക്കുന്നു, മറ്റുള്ളവയെ ബാധിക്കുന്നു, ജനിതകങ്ങളിലേക്ക് അടുത്ത തലമുറയെ ബാധിക്കുന്നു. കുട്ടികളിൽ കാണുന്ന പ്രമേഹത്തിന് നിങ്ങൾ തിന്ന പ്രാചീന കപ്പയുടെ സ്വഭാവമുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കേണ്ടതാണ്. കപ്പതീറ്റക്കാർ, കൂടുതൽ കപ്പ തിന്നു വളർന്നവരുടെ കുടുംബങ്ങളിലാണോ കുട്ടികൾ കൂടുതൽ പ്രമേഹ രോഗികളായി ആധുനിക കാലത്ത് വരുന്നത്, ഉദയം ചെയ്യുന്നതെന്നും അന്വേഷിച്ച് നോക്കുന്നത് ഉചിതമാണ്. അതിൽ നമുക്കേറ്റവും പ്രാധാന്യമുള്ളത് തീരദേശത്ത് കപ്പ വളരുമ്പോൾ കൂടുതൽ അപകടകാരികളാകുന്നുണ്ടോ? കാരണം പഴയ ആളുകൾ കപ്പ ആലപ്പുഴ ജില്ലയിലൊന്നും നടാനേ തീരുമാനിച്ചിരുന്നില്ല. മണ്ണ് പൊതിഞ്ഞ് വള്ളത്തെ കയറ്റി കപ്പ കൊണ്ടുപോയി അവിടെ തിന്നുകയാണ് ചെയ്തിരുന്നത്. ഇന്ന് അവിടെയൊക്കെ കപ്പ ഇടുകയാണ്. ഇന്ന് അവിടുന്നാണ് കപ്പ കിഴക്കോട്ടും കൂടെ വന്നുകൊണ്ട്. ശരിയല്ല, കിഴക്കൊക്കെ റബ്ബറാണ്. കപ്പയ്ക്ക് ചേമ്പിന് ഒക്കെ കിഴക്കൻ മേഖലകളിലെ മണ്ണിലുണ്ടാകുന്ന സ്വാദ് ബാക്കിയുള്ളിടത്തുണ്ടാകുന്ന കപ്പയ്ക്കും ചേമ്പിനും ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. സ്വാദിന് വ്യതിയാനം വരുമ്പോൾ അതിലെ കണ്ടന്റുകൾക്ക് വ്യതിയാനം വരുന്നില്ലെന്നുണ്ടോ ചിന്തിക്കുക. മാറി നടുമ്പോൾ സസ്യശാസ്ത്രപ്രകാരം ചിന്തിച്ചാൽ ജനങ്ങളുടെ സ്വഭാവവും മണ്ണിന്റെ സ്വഭാവവും മാറുമോ എന്നാലോചിക്കാം. ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥയും അവിടെ ജീവിക്കുന്ന മനുഷ്യനും തമ്മിലുള്ള ബന്ധം സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പങ്കുവഹിക്കുമെങ്കിൽ ജൈവ വൈവിധ്യത്തെ തകർക്കുന്ന നാണ്യവിളകളും കാർഷിക രീതികളും മനുഷ്യനെ ആതുരമാക്കുന്നുണ്ടോ എന്നാലോചിക്കുക. ഇവിടെയാണ് ഏറ്റവും പ്രാചീന കാലത്ത് ദേശമെന്ന് പറയുമ്പോൾ ജാങ്കലം, അനൂപം, സാധാരണമെന്ന് മൂന്നായി ദേശത്തെ തിരിച്ചിരിക്കുന്നത്. ജലാശയങ്ങൾ, വൃക്ഷങ്ങൾ ഇവ കുറഞ്ഞ് വായു സഞ്ചാരവും വെയിലും കൂടുതലായുള്ള ദേശമാണ് ജാങ്കലദേശം, ഏതാണ്ട് മരുപ്രദേശം പോലുള്ളത്. ജാങ്കലദേശത്ത് മരീചിക കാണുന്നത് സ്വാഭാവികമാണ്, അത് മരുപ്രദേശമായതുകൊണ്ടാണ്. മനസ്സിലായില്ല? കരിങ്ങാലി, വേങ്ങ, വെൺമരുത്, പാച്ചോറ്റി, ഈന്ത്, നെല്ലി, വന്നി, ഇരുള്, വെൺമരുത് എന്നീ മരങ്ങൾ ഇവിടെ ഉണ്ടാവും. വരണ്ട കാറ്റുണ്ടാവും. സ്ഥൈര്യവും ദൃഢശരീരവും ഇവിടുത്തെ ആളുകളുടെ പ്രത്യേകതയാണ്. അപ്പൊ ദേശം സ്വഭാവത്തിൽ പങ്കുവഹിക്കുന്നുവെന്നല്ലേ അർത്ഥം. നല്ല സ്ഥൈര്യമുള്ളവരും ഉറച്ചു നിൽക്കുന്നവർ ഒക്കെ ഇവരാണ്. അനൂപദേശം, ജലാശയങ്ങളും വൃക്ഷങ്ങളും കൂടുതലായിട്ടുള്ള, വായു സഞ്ചാരം കുറഞ്ഞ, വെയിൽ കുറഞ്ഞ, രോഗങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ദേശമാണ് അനൂപദേശം. ഈന്തപ്പന, കരിമ്പന, തെങ്ങ്, വാഴ എന്നിവയൊക്കെ ധാരാളം ഉണ്ടാവും. തണുത്ത കാറ്റടിക്കും, കുന്നുകൾ കാണില്ല, പച്ചക്കാടുകൾ ഉണ്ടായിരിക്കും. കൊക്ക്, താറാവ്, വണ്ട്, മരംകൊത്തി, കുയില് എന്നിവയൊക്കെ കാണും. വാതകപാധിക്യമുള്ള സുന്ദരന്മാരായിരിക്കും ജനങ്ങൾ. സാധാരണ ദേശം
മുൻചൊന്ന രണ്ടിൻ്റെയും ലക്ഷണങ്ങൾ. സമമായ ദേശം, സാധാരണ ദേശം. രണ്ടു ഭാഗത്തും കാണുന്ന വൃക്ഷങ്ങളും പക്ഷികളും ഇവിടെ കാണും. സ്ഥൈര്യം, സുകുമാരത, വ്യാധിക്ഷമത്വം, ഏതെങ്കിലും രോഗം വന്നാൽ അത് വർദ്ധിക്കാതിരിക്കുക, ശരീരഘടന, ആരോഗ്യമുള്ള ഗുണങ്ങൾ എന്നിവ ഉള്ള സമാനതയുള്ളതാണ് ഈ പ്രദേശം. ഇങ്ങനെ 3 തരം ദേശങ്ങളെ ആയുർവേദം ആരോഗ്യ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. മണലാരണ്യങ്ങളും ഊഷരഭൂമികളും വാസയോഗ്യങ്ങളല്ല എന്ന് തന്നെയാണ് ആയുർവേദത്തിൻ്റെ അഭിപ്രായം. ദേശപരിഗണന കൂടാതെ എവിടെയും താമസിക്കുവാൻ ആധുനികൻ ഒരുങ്ങിയതോടുകൂടിയാണ് രോഗങ്ങൾക്ക് ഇത്രയധികം വളർച്ചയുണ്ടായത്. വളരെ അപൂർവമായി മാത്രം കയറി താമസിച്ചിരുന്നതായ ഏരിയകളിലേക്കെല്ലാം വെട്ടിപ്പിടിച്ച് കയറി മനുഷ്യൻ. ശരിയല്ല. മാരക രോഗങ്ങളുടെ പിടിയിലും പെട്ടു. ജാങ്കലം വാതദോഷ പ്രധാനവും. അവിടെ വാദം, പിത്തം എന്നീ ദോഷങ്ങൾക്ക് ആധിക്യമുണ്ട്. അനുപദേശം കഫദോഷ പ്രധാനവും. അവിടെ വസിക്കുന്നവന് വാദവും കഫവും ഏറും. സാധാരണ ദേശം ദോഷസമവുമായിരിക്കും. അനൂപദേശം, മരുഭൂമി എന്നിവ ആരോഗ്യത്തിന് അഹിതമാണ്. അത് ചരകം യജ്ഞപുരുഷീയം എന്ന അധ്യായത്തിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയും. ഏതാ? തീർച്ചയായും അതോടുകൂടിയാണല്ലോ പല രോഗങ്ങളും പുറത്തേക്ക് വന്നത്. മറ്റേത് ശരിയായ രീതിയിലുള്ളൊരു ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയും അതിലൊതുങ്ങി നിന്ന് താമസിക്കണമെന്ന് നിയമമുണ്ടാവുകയും ചെയ്തിരുന്ന രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് വന്നപ്പോഴാണല്ലോ ഈ വെട്ടിപ്പിടുത്തവും കയറിക്കൂടലും കൂടിയത്. കുടിയേറ്റത്തിൻ്റെ ഒരു മലമ്പനി മാത്രമല്ല, പലതരം രോഗങ്ങളിലേക്ക് കേരളം കൂപ്പുകുത്തിയതിൽ കുടിയേറ്റം ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പലതരം രോഗങ്ങളിലേക്ക് ഇന്ത്യൻ ആവാസ വ്യവസ്ഥയെ താറുമാറാക്കുന്നതിൽ കുടിയേറ്റവും തുടർ നടപടികളും ചില്ലറയല്ല പങ്കുവഹിച്ചത്. അതൊരു പുനരീക്ഷണത്തിനും പഠനത്തിനും ബൗദ്ധികമായി നിങ്ങൾ വിധേയമാക്കുമെങ്കിൽ നദികൾ ഒഴുകുന്നതിൽ പല പ്രത്യേകതകളുമുണ്ട്. 2 നദികളെ സന്ധിപ്പിക്കാനൊരുങ്ങുമ്പോൾ അതിൻ്റെ ആകർഷണം, നദിക്ക് ആകർഷണമുണ്ട് എന്ന കാര്യം നിങ്ങൾ അറിയുമോ? ഇല്ല. എല്ലാ നദിയിലേക്കും സസ്യങ്ങൾ ചായും. അത് ജലത്തിൻ്റെ ഒഴുക്ക് വരുത്തുന്ന ഒരു ആകർഷണം കൊണ്ടാണോ, തീരത്തു നിൽക്കുന്നവയുടെ സ്വഭാവം കൊണ്ടാണോ? മനസ്സിലായില്ല. തീർച്ചയായും അത് മാത്രമല്ല കാരണം എന്നാണ് അവിടെ. അല്പമാത്രമായി അത് കാരണമാണ് എന്ന് നിങ്ങൾക്ക് പറയാം. പിന്നെ അപ്പോ 2 നദികൾ 2 ദിശകളിൽ ഒഴുകുന്നവ, 2 തരം ജലമുള്ളവ, 2 തരത്തിൽ അതിൻ്റെ തീരപ്രദേശത്തിലെ ജനങ്ങളെ സ്വഭാവമുള്ളവരാക്കി തീർത്തവ. മണിമലയാറിൻ്റെ തീരത്തെ ജനങ്ങളും മീനച്ചിലാറിൻ്റെ തീരത്തെ ജനങ്ങളും തൊടുപുഴയാറിൻ്റെ തീരത്തെ ജനങ്ങളും പൊക്കം, വണ്ണം ഒക്കെ സാമാന്യമായെടുത്താൽ, സ്വഭാവത്തിൽ സാമാന്യമായെടുത്താൽ, ഭാഷയിൽ സാമാന്യമായെടുത്താൽ, സൗന്ദര്യാദികളിൽ സാമാന്യമായെടുത്താൽ ഒരുപോലെയാണ്.
സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണോ? സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണോ? അറിയില്ലേ? അല്ല. എന്തുകൊണ്ടാണ് വ്യത്യാസം വരുന്നത്? ഓരോ നദിക്കനുസരിച്ചും ചിന്താഗതി മാറും. രാമനും ലക്ഷ്മണനും സീതയും കൂടെ പണ്ട് കാലത്ത് യാത്ര പോയി. വരട്ടാറിനിക്കര വരെ രാമൻ മുമ്പിലും സീത നടുക്കും ലക്ഷ്മണൻ പുറകിലും. വരട്ടാർ എന്ന് പറയുന്നത് അറിയാം, ചെങ്ങന്നൂരിനടുത്ത്. ഇക്കര വരെ മുമ്പിൽ രാമനാ പോയെ, തൊട്ട് നടുക്ക് സീത, പുറകില് ലക്ഷ്മണൻ. മര്യാദയ്ക്ക് യാത്ര, ഒരു കുഴപ്പമില്ല. വരട്ടാർ അക്കര കിടന്നപ്പോൾ ലക്ഷ്മണൻ കൈവിട്ടു. ചേട്ടാ അവിടെ നിൽക്കാൻ. രാമനൊന്ന് ഞെട്ടി. പഴയ പോലല്ലോ, ഇവന്റെ സ്വരമൊക്കെ മാറിയല്ലോ. എടാ ചേട്ടാ നിൽക്കാൻ എന്ന് പറയുന്ന പോലെ ഇത്ര ഒച്ചയിൽ ഇവൻ പറയുന്നു. ഇപ്പൊ ചോദിച്ചു എന്ത് പറ്റിയ ഞാന്ന് ചോദിച്ചു. ചേട്ടാ ഇനി ഞാൻ മുമ്പ് നടക്കാൻ, ചേട്ടൻ പുറകെ നടക്കാൻ പറഞ്ഞു. രാമനൊന്ന് ആലോചിച്ചു, ഇത് വരട്ടാറിനിക്കരയാണ്. ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, ഇനി വഴി തെറ്റിയോ എന്നൊരു സംശയം. സ്വല്പം ഒന്ന് പുറകോട്ട്. അക്കരെ കിടന്നപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന്. ഇങ്ങനൊരു തമാശ പറയും. പക്ഷെ തമാശയാണെങ്കിലും തമാശയില് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെ സ്വാധീനമുണ്ട് അല്ലേ പന്തളം? അല്ല, ആ ഉദാഹരണം ഞാൻ പറഞ്ഞത് തമാശയാണെങ്കിൽ ഒരു നദി തിരിക്കുമ്പോൾ അതിനപ്പുറവും ഇപ്പുറമുള്ള ജനങ്ങളുടെ ജീവിത വ്യാപാരങ്ങളിൽ ഈ വ്യതിയാനമുണ്ട്. അതുകൊണ്ട് നദിക്ക് അക്കരെ വളരെ വ്യത്യാസം. അത് നല്ല വ്യത്യാസം. നിങ്ങളൊരു കാര്യം ചെയ്യുക, കാരണം നിങ്ങൾ ഇവിടെയുള്ളവർ മീനച്ചിലാറിന് തെക്കുള്ളവരെ തെക്കൻ എന്ന് വിളിക്കും. നിങ്ങളെ തൊടുപുഴയാറിന് തെക്കുള്ളവനെ തെക്കൻ എന്ന് വിളിച്ച് അവർ വടക്കനായി മാറും. മനസ്സിലായില്ല? ഭാരതപ്പുഴയ്ക്ക് തെക്കോട്ടുള്ളവൻ തെക്കനും ഭാരതപ്പുഴയ്ക്ക് വടക്കോട്ടുള്ളവൻ വടക്കനുമാണ്. കോരപ്പുഴയുടെ അവിടെ ചെന്നാൽ കോരപ്പുഴയ്ക്ക് തെക്കോട്ട് തെക്കനും കോരപ്പുഴയ്ക്ക് വടക്കോട്ട് വടക്കനുമാണ്. ഏത് വടക്കനെ എടുത്താലും, ഏത് നദി തിരിക്കുന്ന വടക്കനെ എടുത്താലും വടക്കോട്ട് സ്ത്രീയെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല. കലർപ്പുണ്ടാവും, ദേശത്തിന്റെ കലർപ്പ് സ്വീകരിക്കില്ല. കുഴപ്പമില്ല, ശാന്തമായിരിക്കും. അവിടെയുള്ള സ്ത്രീകൾ ശാന്തപ്രകൃതികളാണ്. അവരിപ്പുറത്തേക്ക് വന്നാൽ അവരെ പിന്നെ തിരിച്ചങ്ങോട്ട് കയറ്റിയല്ല, വിട്ടതാ. ഇങ്ങനെ കേട്ടിട്ടില്ല നിങ്ങൾ? കുറെ സത്യമില്ലേ? കുറച്ച് സത്യമില്ലേ? ആ സ്വഭാവത്തിന്റെ ഒരു ചടുലത, വക്രത. മണ്ണിനോടുള്ള ബന്ധത്തിന്റെ ആയാലും തെക്കും വടക്കുമായിട്ട് തിരിച്ചാൽ മതി. തെക്കും വടക്കുമായിട്ട് തിരിച്ചാൽ മതി. ഓരോരുത്തരും അവരവരുടെ ദേശം വെച്ച് ചോദിക്കുകയാണ്. കൂട്ടുകിട്ടാനാ? അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്,
ആയുർവേദത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ റെഫറൻസ് തരാം. അത്രയും മാത്രമല്ല, 100 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ദേശത്ത് നിന്നുള്ള ഭക്ഷണമേ കഴിക്കാവൂ, അല്ലാതെ കഴിച്ചാൽ രോഗമുണ്ടാവും. ഇപ്പോൾ WHO അത് അംഗീകരിച്ചിട്ടുണ്ട്. ഇറക്കുമതി ചെയ്ത ഒരാഹാരവും കഴിക്കരുതെന്ന് WHO ഇപ്പോൾ വാണിംഗ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ജീവിക്കുന്നതിന് ചുറ്റുമുള്ള ആഹാരമാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അല്ല, ഭക്ഷണവും മരുന്നും എല്ലാം നിങ്ങൾ അവിടുന്ന് ആ പറമ്പിൽ നിന്ന് പറിക്കുന്നതായിരിക്കണം പൂവൻ കുറുന്തല, അല്ലാതെ വേറൊരിടത്തുനിന്ന് കൊണ്ടുവന്നതിന് ആ വീര്യം ഉണ്ടാവില്ല. അതെല്ലാം പറയുന്നുണ്ട്. ആയുർവേദത്തിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുന്ന ഭാഗങ്ങളാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ ഗുരുവും ചില ഭാഗങ്ങൾ ലഘുവുമാണ്, പുഷ്ടിയുള്ളതും ശോഷിച്ചതും. ചിലരുടെ ലിവർ പുഷ്ടി കുറഞ്ഞായിരിക്കും, ചിലരുടെ ശ്വാസകോശം പുഷ്ടി കുറഞ്ഞതായിരിക്കും. അത് വെച്ചവന് ജീവിക്കുക ആ മണ്ണിലാണ്. അവിടുന്ന് അവൻ മാറുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അന്നേരമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് ചരകചിന്തനം, ഗുരു, ലഘു എന്നീ ഗുണങ്ങൾ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏറെ പ്രയോജനപ്പെടുന്നു. അപ്പോൾ ഗുരു ലഘു ഗുണങ്ങൾ വ്യാധിബലത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തിയെ അതിൻ്റെ തനത് രൂപത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാം. അതാണ് ഇവിടെ പ്രയോജനമായി വരുന്നത് ഈ ചിന്തയിൽ. ഗുരുവ്യാധിതൻ, ലഘുവ്യാധിതൻ എന്ന് രോഗികൾ തന്നെ 2 തരമാണ്. രോഗം ലഘുവായി ബാധിച്ചവനും ഗുരുവായി ബാധിച്ചവനും. മനസ്സ്, ബലം, ശരീരം ഇവ ഗുണഹീനമായാൽ ലഘുവ്യാധിതനായവന് ഗുരുവ്യാധിതന്റെ ലക്ഷണങ്ങളും, മേൽപ്പറഞ്ഞവ മനസ്സ്, ശരീരം മുതലായവ ബലമുള്ളതായാൽ ഗുരുവ്യാധിതന് ലഘുവ്യാധിതന്റെ ലക്ഷണങ്ങളും പ്രകടമാവും. അതുകൊണ്ടാണിത് രണ്ടായാലും അപകടകരമാണ്. ഏതിനെ ആശ്രയിച്ച്? മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ആശ്രയിച്ച്. അതുകൊണ്ട് ദോഷം, ദൂഷ്യം, പ്രകൃതി, ദേശം, കാലം, ബലം ഇവ തുല്യമായിരുന്നാൽ പോലും രോഗനിദാനത്തിനും ലക്ഷണങ്ങൾക്കും ബലം കൂടിയാൽ ആ രോഗം ബലവാനായി നിലനിൽക്കും. ഈ പഠനമൊന്നും ആധുനികതയിലില്ല. ഈ പഠനം നന്നായി പഠിക്കുമ്പോഴാണ് രോഗത്തെ എങ്ങനെ നേരിടണം, ഏത് സ്റ്റേജിൽ നേരിടണം, ഓരോ സ്റ്റേജ് കടക്കുമ്പോഴും എങ്ങനെ നേരിടണം എന്ന് വ്യക്തമായ അറിവ് ആയുർവേദത്തിലുണ്ടെന്ന് പറയാൻ പറ്റുന്നത്. അത്യന്താധുനിക വൈദ്യ വിജ്ഞാന ശാഖയിൽ പോലും ഈ പഠനമില്ല. നിങ്ങൾക്ക് എങ്ങനെ നോക്കാം? ദേശവ്യത്യാസവും ഇല്ല. മറ്റേ ഗുരുവ്യാധിത ലക്ഷണങ്ങളും ലഘുവ്യാധിത ലക്ഷണങ്ങളും എങ്ങനെ മാറി മറിയുമെന്ന പഠനം കൃത്യമായില്ല. അങ്ങനെ പറയുന്നു എന്നല്ലാതെ അതിൻ്റെ വ്യതിയാനങ്ങളോ അത് കൈകാര്യം ചെയ്യുമ്പോഴുള്ള ആഹാര നിയമമോ ജീവിത നിയമമോ ആഹാര വിഹാര നീഹാരാദികളിലുള്ള നിയമങ്ങളൊന്നും അവിടെ ബാധകമല്ല. അതില്ലെങ്കിൽ പിന്നെ ഇത് പഠിച്ചു എന്ന് പറയേണ്ട എന്തായിരിക്കുന്നത്? പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനനുസരിച്ചുള്ള ആഹാരം, ദേശം, ദൂഷ്യം, ബലം, കാലം മുതലായവയൊക്കെ പഠിക്കണം. ആ രോഗമുള്ളവൻ ഇന്ന ദേശത്തേക്ക് യാത്ര ചെയ്യരുത്. അങ്ങനെ ഓരോന്നിനും കൃത്യതയുള്ളൊരു പഠനം. ഏത് ദേശത്ത് ജീവിക്കുമ്പോഴും ദേശത്തിൻ്റെ ഗുണത്തിന് വിപരീതമായ ഗുണമുള്ളവ വേണം കഴിക്കാൻ. അപ്പോഴേ ആരോഗ്യം നിലനിൽക്കുള്ളൂ. വാദഗുണമുള്ള ദേശത്ത് വാദം കൂടിയിരിക്കും ആളിന്. അവിടെ വാദം കൂടിയ ആഹാരം കൂടെ കഴിച്ചാൽ മരണകാരണമായിത്തീരും. സ്വഭാവേന ഏതു ഗുണം ഏത് ദേശത്ത് കൂടിയിരിക്കുന്നു അവിടെ താമസിക്കുന്നവൻ ദേശഗുണത്തിന് വിപരീതമായ ഗുണമുള്ള ആഹാരം കഴിക്കാം.
അല്ല, വെള്ളത്തിലാണ് മത്സ്യമുള്ളത്. വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യം ഉഷ്ണവീര്യമുള്ളതാണ്, ഉഷ്ണഗുണമുള്ളതാണ്. വെള്ളം തണുപ്പായുണ്ട്. ഒരു ദേശത്തിന്റെ ഗുണമെന്തോ അതിന് വിപരീതമായതാ അതിനകത്ത് വളരുക. അത് വേണം മനുഷ്യൻ കഴിക്കാൻ. ഇതാ പ്രകൃതിയുടെ കളി. പ്രകൃതിക്കറിയാവുന്നിടത്തോളം വൈദ്യശാസ്ത്രം നിങ്ങളുടെ വൈദ്യന്മാർക്കും ഡോക്ടർമാർക്കും അറിയില്ല. പ്രകൃതിയേക്കാൾ കൂടുതൽ നിങ്ങൾ പഠിക്കില്ല. പ്രത്യാഹാരത്തിൻ്റെ പഠനങ്ങളിലും നിർദ്ദേശങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. ഓരോ കാലത്തിൻ്റെയും ഗുണത്തിന് വിപരീതമായത് ആ കാലത്തുണ്ടാവും. എല്ലാ ചെടിയും അതിനനുഗുണമായി വേണം കൃഷി ചെയ്യാനും. അതിന് പകരം ഒരു വസ്തു സ്വാഭാവികമായി ഉണ്ടാകുകയില്ലാത്ത കാലത്ത് കൃത്രിമമായി അതിനെ ആ മണ്ണിൽ കൃഷി ചെയ്ത് അതിൻ്റെ മണ്ണിൻ്റെ സ്വഭാവത്തെ മാറ്റിമറിക്കുകയും മണ്ണിൻ്റെ സ്വാഭാവികമായ പ്രകൃത ഗുണത്തെ മാറ്റിമറിക്കുകയും ആ മണ്ണിൽ ജീവിക്കുന്നവന് ഉപദ്രവകരമായി തീരുമാറ് ആഹാരത്തെ കഴിപ്പിക്കുകയും ചെയ്യുകയാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും. അതുകൊണ്ട് ഇത് ശാസ്ത്രീയമല്ല, അശാസ്ത്രീയമാണ്, അപകടകരമാണ്, ദുരുപദിഷ്ടമാണ്, ആസൂത്രിതമാണ്. ഇത് ആർക്കൊക്കെയോ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് ഒരിക്കലും ജനജീവിതത്തിൻ്റെ നന്മയ്ക്കല്ല. കാരണം ഈ ശാസ്ത്രകാരന്മാർക്കെല്ലാം അറിയുന്നതാണ് ഈ പ്രാചീനങ്ങളായ ഈ ഗ്രന്ഥങ്ങളും അതിലെ തിരുവെഴുത്തുകളും. അതറിഞ്ഞിട്ടും അതിനെ ചോദ്യം ചെയ്യണമെന്ന് തീരുമാനിച്ചതും കൃത്രിമമായ ആ ഒരു ചിന്തയിലേക്ക് ജനജീവിതത്തിൻ്റെ അറിവിനെ കൂട്ടിക്കൊണ്ടുവന്നതും നിങ്ങളെ സഹായിക്കാനല്ല, കൊല്ലാനാണ്. ഞാൻ തുടക്കം പോലെ നിൽക്കുന്ന ഒരു മാനബിന്ദുവിൽ നിന്ന് ഞാൻ മാറുന്നില്ല. വാദവിരുദ്ധമായ കഫം കൂടിയ ആഹാരം കഴിക്കാം. അപ്പോഴിത് സമമാവും. ശരീരം ആരോഗ്യത്തിൽ സമമായി നിൽക്കുന്നതിന് വാദപിത്തങ്ങൾ കൂടിയിടത്ത് കഫ കൂടുതലുള്ള ആഹാരവും കഫപിത്തങ്ങൾ കൂടിയിടത്ത് വാദം കൂടുതലുള്ള ആഹാരവും ഒക്കെ കഴിക്കുമ്പോഴാണ് സമതയിലേക്ക് വരുന്നത്. പ്രകൃതി അങ്ങനെ തന്നെയാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ ചിട്ടയെയാണ് കൃഷിശാസ്ത്രം ചോദ്യം ചെയ്യുകയും തമസ്കരിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യും. തിരുവിതാംകൂറിനെ മൊത്തം പറയാൻ പറ്റില്ല. ചില ഏരിയകൾ തിരിച്ചു വേണം. കാരണം തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ജാങ്കലദേശവും അനൂപദേശവും സാധാരണ ദേശവും ഉണ്ട്. അതുകൊണ്ട് അതിനെ നോക്കിയിട്ട് വേണം പറയാൻ. അതുകൊണ്ട് സാധാരണ ദേശങ്ങളാണ് കേരളത്തിൽ അധികവും. കേരളത്തിൽ ജാങ്കലദേശം വളരെ കുറവാണ്. കേരളത്തിന് വളരെ ഭാഗ്യമുണ്ട്. കേരളത്തിൻ്റെ കാലാവസ്ഥ ഇതര ഇന്ത്യൻ ഭൂവിഭാഗങ്ങളുടെ കാലാവസ്ഥയല്ല. ഉത്തരായന ദക്ഷിണായന കലണ്ടർ കേരളത്തിൽ ബാധകമല്ല. ദക്ഷിണായനം അനുസരിച്ചുള്ള മഴയും മറ്റും ഉത്തരഖണ്ഡത്തിൽ തുടങ്ങുന്നതിന് മുമ്പേ കേരളത്തിൽ തുടങ്ങും. കേരളത്തിൽ ഉത്തരായന കാലത്ത് തന്നെ മഴ പെയ്യും. ഒരളവിൽ അതിൻ്റെ പ്രയോജനം വലുതാണ്, ഒരളവിൽ അതിൻ്റെ ദുര്യോഗം വളരെ വലുതാണ്. അതുകൊണ്ട് കേരളത്തിലെ വൈദ്യശാസ്ത്രം ശരിയായ അർത്ഥത്തിൽ പ്രയോഗിക്കാൻ കഴിയണമെങ്കിൽ പാശ്ചാത്യ ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയോ ഇന്ത്യൻ ഇതര ഭൂവിഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയോ ഉള്ളൊരു വൈദ്യശാസ്ത്ര കണ്ടെത്തൽ പോരാതെ വരും.
മൗലികമായി തന്നെ. അല്ലാതെ ഏതെങ്കിലും പുസ്തകം വെച്ച് പഠിച്ചാലൊന്നും കേരളത്തിൻ്റെ ആരോഗ്യം പെട്ടെന്ന് നിലനിർത്താൻ പറ്റില്ല. കേരളത്തിൻ്റെ ദേശത്ത് വീട് വയ്ക്കുമ്പോൾ തെക്കേ മൂലയിൽ കൊണ്ടുപോയി അടുക്കള വെച്ചാൽ വളിക്കും ഭക്ഷണം. തെക്ക് കിഴക്കാ പറഞ്ഞ് ആ അഗ്നികോണിലാണ് അഗ്നി നിൽക്കേണ്ടത്. കേരളത്തിൻ്റെ അഗ്നികോണിൽ, കേരളത്തിൻ്റെ ഭവന നിർമ്മാണത്തിൽ അഗ്നികോണിൽ അഗ്നിയെ നിർത്തിയാൽ വളിയും. കാരണം കേരളത്തിലെ പർവ്വതങ്ങളുടെയും നദികളുടെയും കിടപ്പും ഹ്യൂമിഡിറ്റിയും ഒക്കെ കാരണം. വടക്ക് കിഴക്ക് കുഴപ്പം കാണില്ല. കാറ്റ് ഒരുപാട് ഗതിയുണ്ട്, ഒരുപാട് സങ്കേതങ്ങളുണ്ട് അതിനകത്ത്. അത് തന്നെ എടുത്ത് പഠിച്ചാൽ, ഞാനതിൽ ഒരെണ്ണം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ എന്തിനാണ് ഈ അടുത്തടുത്ത് വീടുകൾ വെച്ചത്? നിങ്ങൾക്ക് ജീവിക്കാനാണോ? അല്ല, നിങ്ങൾക്ക് ജീവിക്കാനാണോ വീട് വെച്ചത്? വീട് വെക്കാനാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ ജീവിക്കാനാണോ വീട് വെക്കുന്നത്? അല്ല, വീട് വെക്കാനാണ് ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോഴായി പ്രശ്നം. എൻ്റെ അറിവിൽ വീട് വെച്ചവനൊക്കെ 55 കഴിഞ്ഞാണ് വീട് വെച്ചിരിക്കുന്നത്. റിട്ടയർമെൻറ്റ് കഴിഞ്ഞാണ് വീട് വെച്ചിരിക്കുന്നത്. ഞാൻ ഇന്നുവരെ പരിചയപ്പെട്ട ഒരുത്തൻ പോലും വീട് വയ്ക്കുമ്പോൾ അടുത്ത തലമുറയിലെ പിള്ളേരോട് ചോദിച്ചിട്ടല്ല വീട് വെക്കുന്നത്. 55 കഴിഞ്ഞവൻ അവൻ്റെയും ഭാര്യയുടെയും ഇനി എത്ര കാലം എന്ന് നോക്കിയിട്ടാണെങ്കിൽ വീടിന് രൂപകൽപ്പന ചെയ്യേണ്ടത് 25-20 വയസ്സുള്ള മക്കളുടെ സങ്കല്പത്തിനാണ്. ഞാൻ ഇന്ന് വരെ കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. 55 വയസ്സിന് മുമ്പ് വീട് വെച്ചവരെയും ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ജീവിതത്തിൻ്റെ വൃശ്ചിക പുച്ഛത്തിലേക്ക് എത്താറാകുമ്പോഴാണ് വീട് സങ്കല്പമായി വരുന്നതായി ഞാൻ കണ്ടിട്ടുള്ളത്. എക്സെപ്ഷൻസ് ആർ വെരി ഫ്യൂ. എന്നോട് നിങ്ങൾ യോജിക്കുമോ എന്നറിയില്ല. എൻ്റെ ഒബ്സർവേഷൻ, ഒരു ജീവിതകാലം മുഴുവൻ ഇവൻ അരിഷ്ടിച്ച് പിടിച്ച് കഞ്ഞി കുടിക്കാതെ സൂക്ഷിച്ചു വെച്ചത് മുഴുവനുമാണ് വീട് പണിയാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവൻ ആഹാരം കഴിക്കുകയോ ആരോഗ്യമുണ്ടാക്കുകയോ സ്വസ്ഥതയുണ്ടാക്കുകയോ ചെയ്യാതെ സമ്പാദിച്ചത് മുഴുവൻ വീട് വയ്ക്കാനാവുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ശരിയാണ്. ജീവിക്കുവാനല്ല, വീട് വയ്ക്കുവാനാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഞാൻ മുഴുവൻ പറയാം, തീർന്നില്ല. എനിക്കിതേക്കുറിച്ച് വളരെ 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 പഠനങ്ങളുണ്ട്. അത് ഞാൻ പറയാം, അതിലേക്ക് ഞാൻ വരാം. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അത് കാര്യം മനസ്സിലാവും. ഇത്രയും ഭാഗം ശരിയാണ്, അത് സമ്മതമാണ്. ഇനി ഈ വീട് വച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് അത്രയും പിള്ളേർക്ക് ഈ സങ്കല്പം പിടിക്കാതെ ഇടിച്ചു പൊളിക്കുന്ന, അല്ലെങ്കിൽ അതിൽ താമസിക്കേണ്ടെന്ന് തീരുമാനിച്ച് വിറ്റിട്ട് പോകുന്നതാണ്. ഇത് രണ്ടുമാണ് ഞാൻ കാണുന്നത്. വളരെ പുരോഗമനമുണ്ടായിരുന്ന കുടുംബങ്ങളിൽ, കൂട്ടുകുടുംബങ്ങളിൽ താമസിച്ച പലരും ഫ്ലാറ്റിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. മനുഷ്യന് ഫ്ലാറ്റിനുള്ളിലും താമസിക്കാം എന്ന ഏതായാലും ബോധ്യമാണ്. വാടക വീടുകളിലും താമസിക്കാം. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് മാറി വന്നപ്പോൾ മാത്രമൊന്നുമല്ല, അല്ലാതെയും ധാരാളം വാടക വീടുകളിലും താമസിക്കാം. അങ്ങനെയും കണ്ടു. അങ്ങനെയൊക്കെ ഞാനതാ പറയാം, അങ്ങനെയൊക്കെ കണ്ടുവരുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ താമസിക്കുന്ന കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇന്നും തമിഴ്നാട്ടിലും കേരളത്തിലെ മുസ്ലിം കുടുംബങ്ങളിലും ഒരു വീട്ടിനകത്ത് 30-40 അംഗങ്ങൾ താമസിക്കുന്നതും ഞാൻ കാണുന്നുണ്ട്. തമിഴ്നാട്ടിൽ താമസിക്കാൻ യോഗ്യമായ പ്രദേശം തിരഞ്ഞെടുത്ത് ഊരുകൾ എന്ന പേരിൽ ഒന്നിച്ച് താമസിക്കുകയും ബാക്കിയുള്ളതിനെ കൃഷിസ്ഥലമായി കൊണ്ടുപോകുന്നതും ഞാൻ കാണുന്നുണ്ട്.
ഇങ്ങനെ തന്നെ കാണുന്നു. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരും ജീവിക്കുക തന്നെയാണ്. പ്രായേണ അവരിൽ രോഗങ്ങൾ കുറവായി കാണുന്നുണ്ട്. മാനസിക രോഗങ്ങൾ തീരെ ഇല്ലെന്ന് പറയുന്നതാവും ശരി. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായി വീട്ടിലേക്ക് മാറി താമസിക്കുന്നതോടുകൂടി രോഗങ്ങൾ കൂടുന്നു എന്ന് കാണുന്നുണ്ട്. ചെലവ് വർദ്ധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പൊ ചെലവ് കൂടുകയാണ്. ഗാർഹിക മാലിന്യങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് കാണുന്നുണ്ട്. വെള്ളം പരക്കെ ദുഷിക്കുന്നുവെന്ന് കാണുന്നുണ്ട്. കാരണം കൂടുതൽ വീടുകൾ വരുമ്പോൾ പ്രാചീന കൽപ്പനയിലല്ല വീടുകൾ എന്നുള്ളത് കൊണ്ടും സെപ്റ്റിക് ടാങ്കുകൾ പൂർണ്ണമായി സെപ്റ്റിക് ടാങ്കുകൾ അല്ലാത്തതുകൊണ്ടും കിണറിലെ വെള്ളം ഈക്കോളി ഇല്ലാത്തത് കേരളത്തിൽ കിട്ടാതായിട്ടുണ്ട്. ഇതിന് കാരണം ശരിയായ സെപ്റ്റിക് ടാങ്കുകൾ ഒരിടത്തുമില്ല. ഒന്നാമത് കോൺട്രാക്ടർ ഇഷ്ടിക കെട്ടി തേക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും മരങ്ങൾ നിൽക്കുന്നിടത്ത് 2 ദിവസം കൊണ്ട് മലിനജലം കിണറ്റിലെത്തും. പിന്നെ കേരളത്തിൽ ഇവയ്ക്ക് വ്യക്തമായ നിയമങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോ ഇതൊന്നും ജീവിക്കാൻ വേണ്ടിയല്ല. രണ്ടാം ഭാഗം അതാണ്. ആദ്യത്തത് ഊരുകളിൽ അങ്ങനെയല്ല. ഒരു വെളിം പ്രദേശം എടുത്തിട്ട് അവിടെ പോയി കക്കൂസി പോവുക, സൂര്യപ്രകാശത്തിൽ ഉണങ്ങിത്തീരുക, മഴക്കാലത്ത് ഒലിച്ചിയാടിത്തീരുക, മണ്ണിൽ വളമാകുക. മനുഷ്യൻ്റെ മലവും പന്നിയുടെ മലവും പശുവിൻ്റെ മലവും ഒക്കെ മലമാണ്. അത് കഴിക്കാനുള്ളവർ വേറെയുണ്ട്. സൂക്ഷിച്ചു വെക്കുന്ന ഒരു ജന്തു മനുഷ്യൻ മാത്രമാണ്. ആരും കഴിക്കരുതെന്ന്. താൻ തിന്നുകയില്ല, മറ്റുള്ളതിനെ തീറ്റുകയില്ലാത്ത. ഓപ്പണായി പോയിരുന്ന കാലത്ത്, ഓപ്പണായി നടന്നിരുന്ന കാലത്ത്, ഇത്രയും ഡ്രസ്സ് ധരിക്കാത്ത കാലത്ത് പാശ്ചാത്യൻ്റെ കാമമില്ല ഭാരതീയന്. ഭാരതത്തിൻ്റെ ജനിതക പ്രകൃതിയും ദേശപ്രകൃതിയും കൊണ്ട് ജനസംഖ്യ വർദ്ധിക്കുമ്പോഴും കാമം കുറവാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. വീണ്ടും ചോദ്യം ആ വഴിയിൽ വന്നുകൊണ്ട് ഒന്നുകൂടെ പറയുകയാണ്. ഇൻ്റർനെറ്റുകളും മൊബൈൽ ഫോണുകളും ഒക്കെ ഉപയോഗിക്കുന്ന നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ടി വരുന്നത്, ഞാനിവയൊന്നും ഉപയോഗിക്കുന്നില്ല. എനിക്ക് കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ പോലും അറിയില്ല. പച്ചയായ പരമാർത്ഥമാണ്. പക്ഷേ എനിക്ക് നന്നായി അറിയാം, ഒരു പാശ്ചാത്യൻ ഒന്നിലധികം പുരുഷൻ ഒരു സ്ത്രീയോടും, ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷനോടും പരസ്യമായി ബന്ധപ്പെടുന്നതാണ് പാശ്ചാത്യ വൈചിത്ര്യം. ഇന്ത്യയിൽ അറപ്പുളവാക്കുന്നതും വെറുപ്പുളവാക്കുന്നതുമാണ് ഈ സങ്കേതങ്ങളെല്ലാം. ശരിയല്ല. എല്ലാ തരത്തിലുള്ള രതിവൈകൃതങ്ങളുടെയും നാടാണ് പാശ്ചാത്യം. എല്ലാ തരത്തിലുള്ള രതിരോഗങ്ങളുടെയും നാടാണ് പാശ്ചാത്യരുടേത്. അതിലേക്കുള്ള പുരോഗതിക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പുത്തൻ പരിഷ്കാരികളായ പെണ്ണുങ്ങളും ആണുങ്ങളും മത്സരിക്കുന്നതും വാദിക്കുന്നതും. അതിൻ്റെ ബാക്കി പത്രമാണ് അടുത്ത കാലത്ത് ഇറങ്ങിയിരിക്കുന്ന ഉപ്പും കുരുമുളകും. നിങ്ങൾ കണ്ടു കാണുകയില്ല. പടം ഇറങ്ങുമ്പോഴേ കാണുന്ന സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് ഞാൻ കണ്ടുപോയതാണ്. കഥ ഇത് തന്നെയാണ്. ഞാൻ പറയാം, അതിലേക്ക് കറക്റ്റായിട്ട് അതിലേക്ക് വരാം. ഇത്രയും വൈകല്യങ്ങളെല്ലാം കാണുമ്പോൾ വീട് വയ്ക്കുന്നത് ജീവിക്കാനല്ല. അത്രയും ഭാഗം ഉണ്ടെങ്കിൽ
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്തടുത്ത് എന്തിന് വീട് വയ്ക്കണം? ഊരുകളിൽ അവർ ചെയ്യുന്നത് ഒരു ആൾ താമസിക്കുന്നതിനോട് ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാവുന്ന വിധത്തിലാണ് പലയിടത്തും അടുക്കളകൾ. അതാണ് ഊരുകളുടെ ഏറ്റവും വലിയ മെച്ചം. ചില ഊരുകളിൽ പൊതുവായി ഒരടുക്കളയും പൊതുവായി തുറന്ന കക്കൂസുമാണ്. അതിൽ പുരോഗമിച്ച സ്ഥലങ്ങളിൽ വിനയപിടകന്റെ ചുള്ളവഗ്ഗ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ ധാരപാത്രങ്ങളെല്ലാം തുറന്നിരിക്കുന്നത് തുറന്ന ഒരു സരോവരത്തിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുളം വെട്ടിയുണ്ടാക്കി അതിനകത്തേക്ക് തുറന്നു വെച്ച് അതിൽ വെള്ളം കിടക്കുകയും മത്സ്യം വളരുകയുമാണ്. മനുഷ്യമലം മത്സ്യം തിന്നുകയും ഇൻ ടേൺ മത്സ്യത്തെ മനുഷ്യൻ തിന്നുകയുമാണ്. ഒന്നും വേസ്റ്റ് ഇല്ല, സീറോ വേസ്റ്റ്. എങ്ങനെയാ കുഴപ്പമുണ്ടാകുന്നത്? മത്സ്യത്തിന്റെ ശരീരത്തിൽ ഈ മലം രോഗം ഉണ്ടാക്കൂല. പന്നിയെ തിന്നുന്നില്ലേ? നിങ്ങൾ മലം വിസർജിക്കുന്നു, അത് പന്നി അപ്പുറത്ത് തിന്നുന്നു. പന്നിയുടെ കാഷ്ടം വാഴയ്ക്കിടുന്നു, വാഴയുടെ കൊല നിങ്ങൾ തിന്നുന്നു, വാഴയുടെ കട പന്നിക്ക് കൊടുക്കുന്നു. മനസ്സിലായില്ല? സോ ഇങ്ങനൊരു സീറോ വേസ്റ്റ് സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ശരിയല്ല? നിങ്ങളിലെ ബുദ്ധിമാന്മാർ മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ മുതലായവയിൽ കയറിക്കൂടി PWD നിയമങ്ങളുണ്ടാക്കി. നിങ്ങളുണ്ടാക്കിയ വൈകൃതമാണ് ഇത്. ക്ലിയറായി? ഒരു ഭാഗം ക്ലിയറായി. രണ്ടാം ഭാഗം, അടുത്തടുത്ത് വീട് വന്നാലും ഈ തെക്ക് വടക്കേ മൂലയിൽ അടുപ്പ് വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം പുക കാറ്റിനനുസരിച്ചാണ് പോകുന്നത്. പുക ദിശയ്ക്കനുസരിച്ചല്ല പോകുന്നത്. അതാണ് സംശയത്തിൽ പ്രബലമായത്. പുക മുകളിൽ നിന്ന് പോകുന്നത് കാറ്റിനനുകൂലമായാണ്. ശരിയല്ല? ഞാനതാ പറഞ്ഞ, ക്ഷമിച്ചു, ഞാൻ പറയാൻ മുഴുവൻ ഒരല്പം അടുക്കിൽ പറഞ്ഞില്ലേ. നിങ്ങളുടെ ഒരു സംശയത്തിൽ നിന്ന് വേറെ 100 സംശയമുണ്ട്. അതെല്ലാം തീർത്തങ്ങ് വന്നിട്ട് അവസാനം അങ്ങ് തീർത്താൽ സമയം. അതുകൊണ്ടാണ്. തീർച്ചയായും ഉണ്ടാവണമല്ലോ. മനുഷ്യരെല്ലാം ഒരുപോലല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. നമ്മൾ ഇത്രയും പേരെ എടുത്തു നോക്കിയാൽ തന്നെ ഈഷദീഷത്ത് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പതിവിൽ കൂടുതൽ നിങ്ങൾ പങ്കെടുത്ത് സജീവമാക്കിയതിന് നന്ദി.